നമ്മൾ ചോദിച്ചു വാങ്ങുന്നതാ പല അബദ്ധങ്ങളും. ഞാനൊക്കെ ഈ കുടുംബത്തിൽ കൗൺസിലിങ്ങിനിരുന്ന് അവസാനം കുടുംബ ബന്ധങ്ങളൊക്കെ തകർച്ചയിലേക്ക് എത്തുമ്പോ ചില വാപ്പയമ്മയൊക്കെ നമ്മളെ കാണാൻ വരും. എന്നിട്ട് സംസാരത്തിന്റെ അവസാനം ഇതൊക്കെ കേൾക്കുമ്പോ ഇതിന്റെ ഇടക്ക് നിൽക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ചോദിക്കാൻ ഒരു ചോദ്യം ഉണ്ടാകും. നമ്മൾ ആ കുടുംബത്തോട് ദീനീപരമായിട്ട് സംസാരിച്ച അത് കേൾക്കാൻ പറ്റുന്ന കൂട്ടരാണോ അവരെന്ന് ചോദിക്കും. ആണും പെണ്ണും ഒക്കെ തമ്മിലായിരിക്കും പ്രശ്നം, ഒത്തുപോകുന്നില്ല, അല്ലെങ്കിൽ പ്രശ്നമാണ് എന്ന് കാണുമ്പോൾ രണ്ടു കൂട്ടരോടും ചോദിക്കും, ഒന്ന് അള്ളാന്റെ ദീനിനെ മുൻനിർത്തിയിട്ട് നമുക്കൊരു ചർച്ച നടത്തിയാലോ. എന്നിട്ട് പെൺകുട്ടീന്റെ വാപ്പനോടോ പിയണ്ണിന്റെ അല്ലെങ്കിൽ പുയ്യാപ്പിളന്റെ വാപ്പനോടോ ചോദിക്കും, നമുക്ക് ആ വാപ്പാരോടൊന്ന് ദീനീപരമായിട്ട് ചർച്ച ചെയ്താലോ, അല്ലെ ആ കുട്ടീനോടൊന്ന് ദീനീപരമായിട്ടൊന്ന് ചർച്ച ചെയ്താലോ. ഉടനെ കെട്ടിച്ച് കൊണ്ടുവന്ന ചെറുപ്പക്കാരന്റെ വീട്ടിലെ ചില വാപ്പയമ്മയും ഒന്നങ്ങനെ തുപ്പിയിട്ട് പറയും, ഓക്കൊക്കെ എന്ത് ദീന്, ഓലൊക്കെ കുടുംബത്തിൽ എന്തോലക്ക ദീന്. ഇത് തിരിച്ചും പറയും, ഇതെന്തേ നോക്കാത്ത. വിവാഹം ആലോചിക്കുമ്പം തറവാടിന്റെ വലുപ്പാ നോക്കിയേ, വിവാഹം ആലോചിക്കുമ്പം കിട്ടാനുള്ളത് ചോദിക്കാതെ കിട്ടാനുള്ള വകുപ്പുണ്ടോന്നാ നോക്കിയേ, പിന്നാമ്പുറത്തുകൂടെ കൈയിട്ടിയാ കിട്ടാൻ പറ്റുന്ന തറവാടാണോന്നാ നോക്കിയേ. ഇതൊക്കെ നോക്കിയിട്ട് അവസാനം അള്ളാന്റെ ദീനിൽ ഒത്തുപോകുന്നില്ല എന്ന് കാണുമ്പോ ഓൽക്കൊരു ദീനും ഇല്ല. അവര് തിരിച്ചും പറയും, ഇക്കൂട്ടർക്കും ഒരു ദീനില്ല എന്ന് പറയുന്ന ദുരന്തം നമ്മളെ കുടുംബത്തിൽ സംഭവിക്കാതിരിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ദീനിനെ നെഞ്ചോട് ചേർക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് ബന്ധങ്ങളെ കൂട്ടിപ്പിടിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. കാരണം